ഫൈനലി നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഓടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ നമ്മുടെ 26652 എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർക്കാരിലാണ് ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നത്. 2 വീഡിയോ കാണും. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോകുന്നതും തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നതും. അപ്പോൾ തിരിച്ച് വരുന്ന ചെയർക്കാരനും അങ്ങോട്ട് പോകുന്ന എക്സിക്യൂട്ടീവ് ചെയർക്കാരനുമാണ്. അപ്പോൾ ഫുൾ വിശേഷങ്ങളും എല്ലാ സംഭവങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടി ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വരും. ഇവിടെ 1:50 വന്നിട്ട് തിരിച്ച് 2:20 ഇത് തിരിച്ച് ബാംഗ്ലൂർ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് റണ്ണിന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് നോർത്ത് ഈസ്റ്റിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് പോകുന്നത് ഇതിൻ്റെ 3ാമത്തെ റണ്ണാണ്. 11-ാം തീയതിയാണ് നമ്മുടെ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ 3ാമത്തെ റണ്ണിനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഈ വീഡിയോ വരുന്നത് ശരിക്കും നമ്മുടെ അവധ് അസം എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അത് ഇപ്പം എക്സ്ക്ലൂസീവ് ഐറ്റം ആയതുകൊണ്ട് മാക്സിമം ഞാൻ നേരത്തെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ലേറ്റായി. ഫസ്റ്റ് റൺ ഷൂട്ട് ചെയ്യാൻ പറ്റാനതൊരു റിഗ്രറ്റ് ആയിപ്പോയി. ഇവിടെ ഇല്ല, സ്ഥലത്തില്ലായിരുന്നല്ലോ. അതുമല്ല പെട്ടെന്നല്ലേ ഇതിൻ്റെ ഇനാഗ്രേഷനൊക്കെ അവർ പറഞ്ഞത്. സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ഒരു സമയം 1 മണിയായി. 1:30-1:45 ആകുമ്പോൾ വന്ദേ ഭാരത് എടുത്തും. അപ്പോൾ അതിന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ടൈമിങ് ഞാൻ ഇപ്പോൾ 3 ദിവസമായിട്ട് നോക്കുമ്പോൾ എല്ലായിടത്തും ഓൺ ടൈമാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എല്ലായിടത്തും ഓൺ ടൈം. ഒരു മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ ലേറ്റേ വരുന്നുള്ളൂ. പക്ക നല്ലപോലെ ഓടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങും ഒരു ഡിലേ ഇല്ലാതെ എത്തുന്നുണ്ട്. എന്തായാലും വലിയ ഭാഗ്യം കേട്ടോ. അങ്ങനെ നമ്മുടെ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് കണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 5 മണിക്ക് ശേഷം എടുത്ത വണ്ടിയാണ്. നമ്മുടെ കേരളത്തിന് പുതുപുത്തൻ വന്ദേ ഭാരതാണിത്. പുതുപുത്തൻ 2024 റേക്ക് കേട്ടോ. എനിക്ക് 24 മീഡാണ്. ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് കേട്ടോ. ഇത് സദേൺ റെയിൽവേയുടെ വണ്ടിയല്ല. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബംഗളൂരു ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വന്ദേ ഭാരതാണ്. ബുധനാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓടുന്ന നമ്മുടെ പുതിയ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതിൽ കയറി ബാംഗ്ലൂർ പോവാണ്. വണ്ടി ഫുള്ളാണ് കേട്ടോ. ഞാൻ പോകുന്നതും ഇങ്ങോട്ട് വരുന്ന എല്ലാം ഫുള്ളാണ്. ഒരു 1-2 മാസത്തേക്ക് വണ്ടി ഫുള്ളാണ്. അത്രയ്ക്ക് ഡിമാൻഡാണ് ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ വന്ദേ ഭാരതിനുള്ളത്. എനിക്ക് കുഞ്ഞ് വന്ദേ ഭാരത് കേട്ടോ, മിനി വന്ദേ ഭാരതാണേ. നമുക്ക് കോച്ചി കയറാറായിട്ടില്ല, അവർ ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്രൂ ഒക്കെ കയറിയിട്ട് അവരുടെ കുറേ ചെക്കും കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വിടാൻ ഒരു 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അവർ നല്ലപോലെ അടിപൊളിയായിട്ട് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ കയറ്റത്തുള്ളൂ കേട്ടോ. ഇവർ ഈ സ്റ്റേഷനിലുള്ള ക്ലീൻ ചെയ്യുന്ന ടീം തന്നെയാണ്. അപ്പോൾ അവർ ഗ്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടയ്ക്കുന്ന നോക്കി. വന്ദേ ഭാരത് ആയിട്ടാണ് തുടയ്ക്കുന്നത്. വേറൊരു വണ്ടി ഇതേപോലെ തുടയ്ക്കത്തില്ല. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ തുടയ്ക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോളെ. അകത്ത് ഇതുപോലെ തന്നെ പാരലായിട്ട് വണ്ടികൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന എക്സിക്യൂട്ടീവ് ചെയർക്കാരാണിത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ക്ലീൻ ചെയ്തുകൊണ്ട് കയറാൻ ഡോറെല്ലാം ഒരുമിച്ച് തുറക്കും. ഇനിയൊരു 10 മിനിറ്റോടുള്ള വണ്ടി ഇടാൻ വേണ്ടി. ഇവിടെ കുറച്ച് ലേ ഓവർ ടൈം കുറവാണ്. ആകെ അരമണിക്കൂർ ലേ ഓവർ ടൈമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് വേണം അകത്തും പുറത്തും ക്ലീൻ ചെയ്യാൻ. ഈ വന്ദേ ഭാരതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർക്കാരിൽ ശരിക്കും 52 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. നോർമൽ ചെയർക്കാരാണെങ്കിൽ 78 ആൾക്കാർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. നമ്മളങ്ങനെ വന്ദേ ഭാരതിൽ കയറുകയാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർക്കാർ ബ്ലൂ സീറ്റാണ് കേട്ടോ, നീല സീറ്റാണ്. എൻ്റെ സീറ്റ് 17ആണ്, വിൻഡോ സീറ്റാണ്. ഇത് തന്നെ ഞാൻ വിചാരിച്ച സംഭവം തന്നെ. കുഴപ്പമില്ല, സൂട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ സീറ്റ് കേട്ടോ, 70. നമ്മൾ നോർമൽ ഒരു വന്ദേ ഭാരതിൽ കാണുന്ന പോലത്തെ സെയിം എക്സിക്യൂട്ടീവ് ക്ലാസ് തന്നെയാണ്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഏതോ യൂസ്ഡ് റേക്കാണ്, ഇത് പുതിയ റേക്കൊന്നുമല്ല കേട്ടോ. 24 മെയ്ഡ് ഉണ്ടാക്കിയൊരു വന്ദേ ഭാരത് ട്രെയിൻ സെറ്റാണ് ഇത്. അത്ര ബ്രാൻഡ് ന്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയാണ് കേട്ടോ. യൂസ്ഡാണ്, എവിടെ ഓടി വന്ന സാധനമാണെന്ന് കണ്ടിട്ട് അത് ഈ ലെഗ് റെസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സംഭവം കൊള്ളാം കേട്ടോ. ഇതിൻ്റെ വാഷ്റൂമൊക്കെ കാണിച്ചു തരാം. നല്ല നീറ്റ് വാഷ്റൂമാണ്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. വന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും
നീറ്റ് വാഷവും കിട്ടുന്നത് വന്ദേ ഭാരതിലാണ്, വേറെ ഒന്നിലുമല്ല. വന്ദേ ഭാരത് എല്ലാം നിർമ്മിക്കുന്നത് നമ്മുടെ ചെന്നൈയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. അപ്പോൾ ഈ റേക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഫെബ്രുവരി 2024 ഇവർ നമുക്ക് വേണ്ടി ഫുഡ് പുറത്തുനിന്ന് കയറ്റുമ്പോൾ അത് ചൂടാക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൻട്രി സ്റ്റാഫൊക്കെ നമുക്ക് ഫുഡിനകത്ത് വെച്ചിട്ട് ചൂടാക്കിയാണ് നമുക്ക് തരുന്നത് കേട്ടോ. കാരണം പുറത്തുനിന്ന് കിട്ടുന്ന തണുത്തായിരിക്കും, ഇത്ര ചൂടായിരിക്കത്തില്ല. നിങ്ങൾ അവിടെ കിടക്കുന്ന മെമു കണ്ടോ? ആ മെമുവിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മോഡേൺ വെർഷനാണ് നമ്മൾ ഈ ഉള്ള വന്ദേ ഭാരത് കേട്ടോ. വേറെ ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ വർക്കിങ്ങും സംഭവങ്ങളെല്ലാം സെയിം ആണ്. മെമുവിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് വന്ദേ ഭാരതിന്. പിന്നെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ അകത്തൊക്കെ അടിപൊളിയാക്കിയെന്നേ ഉള്ളൂ. ഈ വന്ദേ ഭാരതിന് കുറേ പ്രത്യേകതയുണ്ട്. കാരണം ഈ വന്ദേ ഭാരത് സഞ്ചരിക്കുന്ന സംസ്ഥാനങ്ങൾ 4 എണ്ണമാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടകം. നമ്മൾ കുപ്പം വഴിയല്ലേ പോകുന്നത്, അപ്പോൾ ആന്ധ്ര കയറും. കൃത്യം 2 വരെ നമ്മുടെ വണ്ടി ഇവിടുന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് KSR ബംഗളൂരു വരെ 627 കിലോമീറ്റർ ഉണ്ട്. 8 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടാണ് ഈ വണ്ടി ബാംഗ്ലൂർ പോകുന്നത്. ഇന്ത്യയിലെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ 18ാമത്തെ ലോങ്ങസ്റ്റ് വന്ദേ ഭാരതാണ് നമ്മളിപ്പോൾ പോകുന്നത്, എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത്. പിന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് വന്ദേ ഭാരത് ഇത് തന്നെയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് മൊത്തത്തിൽ 6 വന്ദേ ഭാരത് ഉണ്ട്. അതിൽ ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ടുള്ളതാണ് ഈ വന്ദേ ഭാരത്. അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട്. എറണാകുളം ബാംഗ്ലൂർ സ്ട്രെച്ചിലെ, കേരളത്തിൽ ബാംഗ്ലൂർ പോകുന്ന സ്ട്രെച്ചിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി, കോയമ്പത്തൂർ ബാംഗ്ലൂർ സ്ട്രെച്ചിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി. അങ്ങനെ ഇഷ്ടംപോലെ പ്രത്യേകതയുള്ളൊരു കിടിലം വണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്ത്യൻ റെയിൽവേയിലെ വന്ദേ ഭാരത്, രാജധാനി, തേജസ് അങ്ങനത്തെ എല്ലാ പ്രീമിയം വണ്ടിയിൽ കയറിയാലും നമുക്ക് ആദ്യം വാട്ടർ ബോട്ടിൽ കിട്ടും. ഇതിന് 15 രൂപയായിരുന്നു, പക്ഷേ ഇപ്പോൾ 14 ഉള്ളൂ. കാരണം 1 രൂപ GST ഇടുന്നത് ഇത് കാരണം 1 രൂപ കുറച്ചു. ഡിസ്പ്ലേയിൽ 5 ഭാഷയിലാണ് എഴുതി കാണിക്കുന്നത്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, അങ്ങനെ 5 ഭാഷയിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനടുത്ത സ്റ്റോപ്പിന് തൃശ്ശൂരാണ്. 3:17 ഇത് തൃശ്ശൂർ എത്തും കേട്ടോ. ഇവിടെ നിന്നൊരു 1 അവർ വേണ്ട, 57 മിനിറ്റ് മതി ഇവിടുന്ന്. നമ്മുടെ ഫസ്റ്റ് ഓവർടേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. എടപ്പള്ളിയിൽ നേത്രാവതി എക്സ്പ്രസ് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ അതിന് ഓവർടേക്ക് അടിക്കും കേട്ടോ. നമ്മളിപ്പോൾ എറണാകുളം നോർത്ത് വരും. ഇപ്പോൾ നമ്മളിനി ഫസ്റ്റ് ആയിട്ട് ഓവർടേക്ക് അടിക്കാൻ പോകുന്നത് നേത്രാവതിയാണ്. വന്ദേ ഭാരതിന് മുന്നിൽ ഏത് വണ്ടി പെട്ടാലും അതിൻ്റെ കാര്യം ഗുദാഗവയാണ് കേട്ടോ. നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിന് മുംബൈ പോകുന്ന നേത്രാവതി വേണ്ട ഓവർടേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ നേരത്ത്, അതായത് എറണാകുളത്ത് വരാൻ നേരത്ത് ഈ വണ്ടി പരശുരാമിനെ ഓവർടേക്ക് അടിക്കും. ശബരി ഒരു അരമണിക്കൂറിൽ ലേറ്റാണ്, അതിനെ ഓവർടേക്ക് അടിക്കും. അങ്ങനെ മുന്നിൽ ഏത് വണ്ടി വന്നാലും നമ്മുടെ വന്ദേ ഭാരത് ഓവർടേക്ക് അടിക്കും. അത് ഏത് വന്ദേ ഭാരത് ആണെന്നൊന്നുമില്ല, എല്ലാം കണക്കാണ് കേട്ടോ. ബുക്കിംഗ് തുടങ്ങി വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് ടിക്കറ്റ് ഫുള്ളായ ഒരു വണ്ടിയും കൂടാണിത്. ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്രിസ്മസ് ടൈമിലെ ടിക്കറ്റ്സ് എല്ലാം വെയിറ്റ് ലിസ്റ്റ് ചെയ്യും. ഒരു അത്രയ്ക്ക് പിടിയായിരുന്നു പോരെ. ഒന്നാലും ക്രിസ്മസ് ടൈമിൽ ബാംഗ്ലൂർ വണ്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല. ഐലൻഡൊക്കെ വെയിറ്റ് ലിസ്റ്റ് 200, 300 ആയിരുന്നു. അപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ ആൾക്കാർ സമയമൊന്നും നോക്കിയില്ല, നേരെ അങ്ങ് ബുക്ക് ചെയ്തു. ഇപ്പം ഡിസംബർ വരെ വെയിറ്റ് ലിസ്റ്റാണ്, ടിക്കറ്റ് കിട്ടാനില്ല. ഇനി ഇതിൻ്റെ റേറ്റ് പറയാം. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ നോർമൽ ചെയർക്കാരാണെങ്കിൽ 1615. നമ്മളിപ്പോൾ പോകുന്ന എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 2980 വിത്ത് ഫുഡാണ്. വിത്തൗട്ട് ഫുഡ് ആകുമ്പോൾ കുറച്ചുകൂടെ പൈസ കുറയും. അപ്പോൾ ഈ വിത്ത് ഫുഡിൻ്റെ വിത്തൗട്ട് ഫുഡിൻ്റെയും പിന്നെ തൃശ്ശൂർ എന്നുള്ള റേറ്റും പാലക്കാട് എന്നുള്ള റേറ്റും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ഇത് 8 കോച്ചുള്ള 8 കാർ വന്ദേ ഭാരത് റേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരിടത്ത് നിർത്തിയാൽ പെട്ടെന്ന് ആക്സലേഷൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. കാരണം ചെറിയ റേക്കല്ല, അപ്പോൾ പെട്ടെന്ന് കൈ കൊടുത്താൽ വേഗം പൊക്കോളൂ. മറ്റേ 20 കോച്ചിന് പോലെ അല്ല. 20 കോച്ചും മോശമൊന്നുമല്ല, പക്ഷേ ഇതിൽ ഓട് കുറവല്ല, അതുകൊണ്ട് വേഗം കൈ കൊടുത്താൽ പൊക്കോളും. 2-3 ദിവസമായിട്ട് ഇതിൻ്റെ ബുക്കിംഗ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എറണാകുളത്ത് നിന്ന് അധികം മീൻസ് ബുക്കിംഗ് ഉണ്ട്, പക്ഷേ കൂടുതലും തൃശ്ശൂർ, കോയമ്പത്തൂർ എന്നൊക്കെയാണ്. കോയമ്പത്തൂർ ഇതിന് ചാർട്ടിങ് സ്റ്റേഷനാണ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വേറെ ചാർട്ടറുള്ളതുകൊണ്ട് അവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറും. അപ്പോൾ സ്പ്ലിറ്റായിട്ടാണ് എറണാകുളം, തൃശ്ശൂർ, കോയമ്പത്തൂർ. ഇവിടെ നിന്നാണ് 3 നിന്നാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. പിന്നെ ഞാൻ എൻ്റെ സീറ്റിലല്ല ഇരിക്കുന്നത്, ഞാൻ വേറെ ഇടത്താണ്. ഇവിടെയൊക്കെ എല്ലാവരും തൃശ്ശൂർ നിന്നാണ് കയറുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. തൃശ്ശൂർ, കോയമ്പത്തൂരൊക്കെ ആകുമ്പോൾ ഫുൾ. ഇതിൻ്റെ ടൈമിങ്ങിനെ പറ്റി കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, അതായത് ടൈമിങ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും ഇതിന് ടൈമിങ് ഉപകാരപ്പെട്ടിരിക്കുന്നത് കോയമ്പത്തൂരുള്ള ആൾക്കാർക്ക്. കാരണം കോയമ്പത്തൂരുള്ളവർക്ക് ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. വൈകിട്ട് കോയമ്പത്തൂരിൽ നിന്ന് കയറിയാൽ രാത്രിയാകുമ്പോൾ ബാംഗ്ലൂർ എത്താം. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ അല്ലേ എത്തത്തുള്ളൂ ഇവിടെ ബാംഗ്ലൂർ. ഇതാകുമ്പോൾ രാത്രി തന്നെ എത്താം. നമ്മൾ ആലുവ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലുവയിൽ സ്റ്റോപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് ഈ വണ്ടിയുടെ ഷെഡ്യൂളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരാണ് ഇതിന് സ്റ്റോപ്പ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ, നമ്മളല്ല. ഇപ്പോൾ വണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല ഡിമാൻഡാണ്, ഫുള്ളാണ്. അങ്ങനെ കുറച്ചാളും കൂടെ അങ്ങനെ പോയാലും മിക്കവാറും ഇത് 16 കാർ ആക്കും. ഇപ്പോൾ 8 കാറല്ലേ, 16 കാർ ആക്കും. വീണ്ടും ഡിമാൻഡാണ് 20 കാർ ആക്കും. നമ്മുടെ കേരളത്തിൽ 2 വന്ദേ ഭാരത് അങ്ങനെ ആയിരുന്നല്ലോ. കാരണം തിരക്ക് കാരണം അത് അത്രയും കൂട്ടിയതല്ലേ, കോച്ച കൂട്ടിയതല്ലേ.
അപ്പോൾ മിക്കവാറും ഉടനെ തന്നെ സിസ്റ്റിംഗ് കാർ ആക്കുമായിരിക്കും ഇങ്ങനെ പോയാൽ. ഇത് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ പകൽ ആരെങ്കിലും ബാംഗ്ലൂർ ഹിറ്റാവുമോ എന്നൊക്കെ. പക്ഷേ ഇത് വമ്പ ഹിറ്റാണ് സാധനം, നല്ല ഹിറ്റാണ്. നിങ്ങൾ എൻ്റെ ബുക്കിംഗ് നോക്കിയാൽ മതി, വെയിറ്റ് ലിസ്റ്റാണ് എല്ലാം. സംഭവം എന്തായാലും സൂപ്പർ ഹിറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഈ വന്ദേ ഭാരത് റേക്ക് കുറച്ച് പഴയതാണ്. ഈ റേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ വണ്ടിക്ക് ഓടിയ റേക്കാണ്. മറ്റേ ഗുൽബർഗയ്ക്ക് ബാംഗ്ലൂർ എന്നൊരു വന്ദേ ഭാരത് ഉണ്ട്, ആ വന്ദേ ഭാരതം റേക്കാണ് ഇപ്പം ഇതിന് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഗുൽബർഗയ്ക്ക് പോകുന്ന വന്ദേ ഭാരതം റേക്ക് ഇപ്പം പഴയ ഏതോ ഒരു വെള്ള റേക്കാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓറഞ്ചാണ്, അത് വെള്ളയാണെന്നാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ശരിക്കും നമ്മൾ പോകുന്ന റൂട്ട് അടിപൊളി റൂട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എസ്പെഷ്യലി ബാംഗ്ലൂർ എറണാകുളത്തേക്കൊക്കെ വരുമ്പോൾ ശരിക്കും മൺസൂൺ ആണെങ്കിൽ ആ പാലക്കാട് ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പാലക്കാട് പിന്നെ ചോളാർപേട്ട അതിനുള്ള ഗാർഡ് സെക്ഷൻ അടിപൊളി റൂട്ടാണ്. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ അത്ര കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ സൂപ്പറാണ് ആ വരുന്ന വഴി. ഈ വന്ദേ ഭാരതിൻ്റെ ഈ ഗ്ലാസ്സുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഇത് ടിൻഡഡ് ഗ്ലാസ് ആണ്, അതുകൊണ്ട് പുറത്ത് വെയിലുണ്ടെങ്കിലും അടിക്കത്തില്ല. ഈ ബ്ലൈൻഡ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെയിലടിക്കത്തില്ല. ബ്ലൈൻഡ്സ് ഇട്ടാൽ ഒന്നുകൂടെ ടാർക്കായിട്ടിരിക്കും, പക്ഷേ ബ്ലൈൻഡ്സ് ഇട്ടില്ലെങ്കിലും വെയിലടിക്കത്തില്ല കേട്ടോ. കാരണം ഇത് ടിൻഡഡ് ഗ്ലാസ് ആണ്, പുറത്തുനിന്ന് നോക്കിയാൽ കാണാനും പറ്റത്തില്ല, അതാണ് ഒരു പ്രത്യേകത. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തത്തെ ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ നേരെ തിരിച്ച് കാണാൻ പറ്റും. ഇതിലെ സ്റ്റാഫും കാറ്ററിംഗ് ടീമും എല്ലാം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെയാണ്, ഫുള്ള് അവരുടെയാണ്, വണ്ടി അവരുടെയാണ്. ലോക്കോ പൈലറ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ. ഇവർ മിക്കവാറും ഈറോഡ് വരെ കാണത്തുള്ളൂ. ഈറോഡെന്ന് പിന്നെ ഈറോഡായിരിക്കും ക്രൂ ചേഞ്ച്, ഈറോഡ് കഴിഞ്ഞിട്ട് അടുത്ത ക്രൂ ബാംഗ്ലൂർ വരെ, അങ്ങനെയാണ് നോർമലി നടക്കുന്നത്. ശരിക്കും ഈ വന്ദേ ഭാരത് വന്നേ പിന്നെ നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി അത് ശരിക്കും ഡിസംബർ മുതൽ എക്സ്പ്രസ് ആയിട്ട് ഓടുകയാണ്. അതിൻ്റെ കാര്യത്തിലൊരു കട്ടപ്പൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൽ കയറത്തുള്ളൂ, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ അത് നല്ല പോപ്പുലർ ഡിമാൻഡുള്ള വണ്ടിയാണ്, എന്തായാലും അത് ഫുള്ളായിരിക്കും. എക്സ്പ്രസ് ആക്കുന്നതോടെ എന്തായാലും അതിൻ്റെ ട്രാവൽ ടൈം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്, എന്നാലും അത് എക്സ്പ്രസ് ആക്കണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു 8 മിനിറ്റ് ലേറ്റ് ആയിട്ട് തൃശ്ശൂർ വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി എന്തായാലും ഫുള്ളാകും കേട്ടോ. ഇവിടെ 4 സീറ്റല്ലേ ഇപ്പോൾ ഫുള്ളാവുന്നേക്കണേ. ഈ വണ്ടിയിൽ കയറുന്നത് ശ്രദ്ധിക്കണം, കാരണം ഇതിന് വന്ദേ ഭാരതിൻ്റെ കോച്ച് പൊസിഷൻ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ വണ്ടി ആയതുകൊണ്ട് മാറ്റിയായിരിക്കും നിർത്തുക, ഒത്തിരി മുന്നോട്ട് കയറ്റെടുത്തതില്ല, ഒത്തിരി പുറകിലോട്ടും കയറ്റെടുത്തതില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ആ പൊസിഷനിലാണ് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി മുന്നോട്ട് കയറ്റെടുത്തതില്ല, അത് ചെറിയ വണ്ടിയല്ലേ. ഇത് വൈകിട്ടത്തെ സ്നാക്സ് വന്നിരിക്കുകയാണ്. ഇത് പരിപ്പോടെ ഉണ്ട് കേട്ടോ, പരിപ്പോട. പിന്നെ ഇതെന്തുവാ, ഇത് കപ്പലിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു. പിന്നെ അദ്രക് ചായയുടെ ഒരു ടീ പ്രീമിക്സ് ഉണ്ട്. പിന്നെ ഇത് നട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. പിന്നെ റോട്ടി ചോക്ക് പൈ, ഇത്ര ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വന്ദേ ഭാരതിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ കച്ചോടി കിട്ടും, പക്ഷെ നോക്കി ഇവിടെ പരിപ്പോടെ ഉഴുന്നൂടൊക്കെ കിട്ടും. എന്താ ഭംഗിയെന്ന് ചോദിക്കും. ഉത്രാളിക്കാവ് ഉണ്ടോ, നല്ല അടിപൊളി, നല്ല പച്ചപ്പുണ്ട്. ഇപ്പോൾ നല്ല മഴയും കൂടെ ആണെങ്കിൽ സൂപ്പറായിരുന്നു. ട്രെയിൻ വളരെ പയ്യാണ് ഈ ഒരു ഭാഗത്തോടെ പോകുന്നത്, വണ്ടി ഫുള്ളാണിപ്പോൾ. ഉത്രാളിക്കാവിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു വന്ദേ ഭാരത് പോകുന്നതാണ് ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളങ്ങനെ തിരുവനന്തപുരം ഡിവിഷൻ കടന്നു കണ്ട് പാലക്കാട് ഡിവിഷനിലേക്ക് കയറുകയാണ്. ഭാരതപ്പുഴ കിടക്കുകയാണ് നമ്മൾ. ഇപ്പോഴേ ഇരുട്ടി കേട്ടോ, ഇപ്പോൾ സമയം 4 മണിയായി. എനിക്ക് തോന്നുന്നു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പഴയ പാലത്തിൻ്റെ ഗിർഡറുകളാണ് ഈ കിടക്കുന്നത് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്ന പഴയ പാലത്തിൻ്റെ. ഈ വന്ദേ ഭാരത് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഷൊർണൂർ വഴി മാത്രമായിരുന്നു വന്ദേ ഭാരത് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് പാലക്കാട് വഴി വന്ദേ ഭാരത് പോകുന്നറിയോ. ഗ്ലാസ് നല്ല ഗ്ലാസ് ആണ് വന്നേക്കുന്നത്, നല്ല ക്വാളിറ്റി ഗ്ലാസ് ആണ്. ചില വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഷോവും ഗ്ലാസ് അടിക്കും തരുന്നത്, പക്ഷേ ഇത് കൊള്ളാം, നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. റൈസ് അദ്രക് ചായയാണ് കേട്ടോ, കൊള്ളാൻ തോന്നുന്നു കണ്ടിട്ട്. അത് പ്രീമിക്സ് ആണ്, അപ്പോൾ അത് കലക്കി നമ്മൾ കുടിക്കണം, അങ്ങനെയാണ്. പരിപ്പോടെ കൊള്ളാം, നൈസ്. ഈ വന്ദേ ഭാരതിൻ്റെ ഫുഡ് കയറ്റുന്നത് പല പല സ്റ്റേഷനിൽ നിന്നാണ്. ഇപ്പം നമ്മളിപ്പം ചായ കയറ്റി മിക്കവാറും ചായ അല്ല, പിന്നെ പരിപ്പോടെ കയറ്റിയത് തൃശ്ശൂർന്നായിരിക്കും. ഇനിയിപ്പോൾ രാത്രിത്തെ ഡിന്നർ കിട്ടുന്ന ഈറോഡെന്നോ സേലത്തെന്നോ എവിടെയായിരിക്കും, കാരണം ടൈമിങ് അപ്പോഴാണ് ഒരു 7-6 മണി സമയത്തൊക്കെ ആയിരിക്കും ഈ ഡിന്നർ കയറ്റുന്നത്. അപ്പോൾ വൈകിട്ട് ഈറോഡ് സേലമൊക്കെ എത്തും, ചിലപ്പോൾ അവിടെ നിന്നായിരിക്കാം, നോക്കാൻ തന്നെ. നമ്മളിപ്പോൾ പാലക്കാട് എത്താൻ പോകുന്ന ഒരു 10 മിനിറ്റ് ഏർലിയാണ്. 4:35 എത്തേണ്ടതാണ്, ഇപ്പോൾ 4:22 ആയതേ ഉള്ളൂ. പാലക്കാട് എത്താറേ വരെ അടിച്ച് വിട്ടാടി സാധനം വരുന്നത്. നമ്മളങ്ങനെ 10 മിനിറ്റ് ഏർലി 4:25 ആയപ്പോഴേക്കും സ്റ്റേഷനിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ 4:37 എടുക്കത്തുള്ളൂ, 12 മിനിറ്റ് ഇവിടെ കിടക്കുകയില്ല. നമ്മൾ 10 മിനിറ്റ് നേരത്തെ ആയിട്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മളിനി 4:37 ഇവിടെ എടുക്കത്തുള്ളൂ. ഇപ്പോൾ സമയം 4:28 ആയതേ ഉള്ളൂ കേട്ടോ. ഇനിയുണ്ട് 9 മിനിറ്റ് ഇവിടെ പോരെ. ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും കയറുന്നുണ്ട്. ഇനിയിപ്പോൾ കോയമ്പത്തൂർ ആകുമ്പോൾ വണ്ടി ഫുള്ളാണ്, കാരണം കോയമ്പത്തൂരിന് ചാർട്ടിങ് ഉള്ള വണ്ടിക്ക്. കേരളത്തിന് 2 വന്ദേ ഭാരത് തുടങ്ങിയപ്പോഴും പാലക്കാട്ടുകാർക്ക് വന്ദേ ഭാരത് ഇല്ലായിരുന്നു. അങ്ങനെ പാലക്കാട്ടുകാർക്ക് കിട്ടിയ ആദ്യത്തെ വന്ദേ ഭാരതിലാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇവിടെ എക്സ്ട്രാ കുറേ ടൈം എന്തോ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇത്ര നേരത്തെ എത്തിയത്. കാരണം നമ്മൾ തൃശ്ശൂർ ഒരു 8 മിനിറ്റ് ലേറ്റായിട്ട് എത്തിയിട്ട് ഇവിടെ നമ്മൾ 10 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ എക്സ്ട്രാ ടൈം കൂടെ കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് കേട്ടോ. പാലക്കാട് നോൺ ട്രെയിൻ തന്നെ നമ്മുടെ വന്ദേ ഭാരത് എടുത്തിരിക്കുകയാണ്. ഇപ്പം അടുത്തത് കോയമ്പത്തൂർ വിട്ടാൽ തിരുപ്പൂര്, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം. ഇത്രേ ഉള്ളൂ. നമ്മൾ വരാൻ നേരത്ത് ഭാരതപ്പുഴ കഴിഞ്ഞ് നമ്മുടെ ട്രാക്കിൻ്റെ സ്പീഡ് 110 ആണ്. ഭാരതപ്പുഴയിൽ നിന്ന് ഇനി ജോളാർപേട്ട വരെ 110 ആണ്. അവിടെ നിന്ന് പിന്നെ 130 km/h നമ്മുടെ വന്ദേ ഭാരത് പോകാൻ പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ ഫുൾ 130 ആണ്. പാലക്കാട് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കാണുന്നത് കണ്ടോ. പക്ഷേ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് വലുതായിട്ട് കാണത്തില്ല. അതുകൊണ്ട് ഒരു ഹേസി വെതറാണ് കേട്ടോ. പുറത്തല്ല എല്ലാം മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ഈ മഴ പെയ്യുന്നതുകൊണ്ട് ആ വെള്ളത്തേൽ ഫോക്കസ് പിടിക്കുന്നതുകൊണ്ടേ ആ മല മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല കിടിലം പച്ചപ്പാണ്. നോക്കി അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ. പുറത്തോടൊക്കെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കുവാണെങ്കിൽ നൈസായിരിക്കും. നോക്കി എൻ്റെ ദൈവമേ, പുളി ഗൈസ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഈ വെള്ളത്തിന് ഈ തുള്ളി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണിച്ചു തന്നെ. എന്തായാലും ഈ ഭാഗത്തൂടെ വന്ദേ ഭാരത് പോകുന്നൊരു വീഡിയോ ആരെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടി കേട്ടോ. എസ്പെഷ്യലി ഈ മഴയത്തൊക്കെ നോക്കി എന്ത് രസം കേട്ടോ. നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. നോക്കി നമ്മളങ്ങനെ വാളയാർ സ്റ്റേഷൻ കണ്ട് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനിയിപ്പോൾ കേരളത്തിൽ നേരെ തമിഴ്നാട് കിടക്കും. നമ്മുടെ ഈ വന്ദേ ഭാരത് കിടക്കുന്ന 2ാമത്തെ സംസ്ഥാനം കേട്ടോ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി ചാർട്ടിംഗ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ വീണ്ടും കയറി. കോയമ്പത്തൂർ ചാർട്ടിംഗ് സ്റ്റേഷനാണ് ഈ വന്ദേ ഭാരതിന്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഈ കോയമ്പത്തൂരുകാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി വെച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇവിടെ നിന്ന് വൈകിട്ട് കയറി രാത്രിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തും. ഓവർനൈറ്റ് പോകേണ്ട ആവശ്യമില്ല. ഈ ഐലൻഡിലും മൈസൂർക്കൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നവർക്കൊക്കെ എന്തായാലും ഭയങ്കര സൗകര്യമാണ്. കാരണം ഇതിൽ നേരെ രാത്രി എത്താമല്ലോ. നമ്മുടെ വണ്ടി വന്ന് കയറിയില്ല. അതിന് മുമ്പ് തന്നെ അവിടെ സ്റ്റാർട്ടർ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതായത് വന്ന് കയറി ആളെ കയറ്റി അപ്പം തന്നെ ഇറക്കിക്കൊണ്ട് പോവാം. സിഗ്നൽ ഫുൾ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളെ കയറ്റി നമ്മുടെ വന്ദേ ഭാരത് ഇവിടെ നിന്ന് അപ്പം തന്നെ എടുത്തു. ഇനിയിപ്പോൾ അടുത്തത് തിരുപ്പൂരാണ്. തിരുപ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഈറോഡ്, സേലം, KG എത്രേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ഈ വാഷ്റൂമിൽ കയറുമ്പോൾ ഫ്ലഷ് വലിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരാളെ മൂത്രം ഒഴിച്ചിട്ടേക്കുമായിരുന്നു. ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രസ് ദ ബട്ടൺ ഫോർ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാണ്. എന്നിട്ട് എനിക്കൊന്നും ആൾക്കാരെ വിചാരിക്കുന്നത് ഇതിനകത്ത് ഒഴിച്ചാലങ്ങ് ഇറങ്ങിപ്പോകാത്തതുകൊണ്ട് പുള്ളി അവിടെ തന്നെ അങ്ങനെ ഇട്ടു. എന്നാൽ ഇത് ഫ്ലഷ് ചെയ്യണമെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. നോക്കിയേ, പ്രസ് ഫോർ ഫ്ലഷ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ഞെക്കിയാൽ ഇത് കണ്ടോ, ഇതേപോലെ അത് ഫ്ലഷായി സക്ക് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് പരിപാടി. ഇത് ആർക്കും അറിയത്തില്ല. ഈ എന്തോ ആൾക്കാരൊക്കെയാണോ എന്തോ എനിക്കറിയത്തില്ല. ഇത് ആദ്യം കുറച്ച് വെള്ളം വീണ്ടും സക്ക് ചെയ്തെടുക്കും. ഇങ്ങനെ ആ പരിപാടി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന ഒരു ട്രെയിൻ സർവീസാണ് വന്ദേ ഭാരത്. നേരത്തെ രാജധാനിയായിരുന്നു, ഇപ്പോൾ വന്ദേ ഭാരതാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കേട്ടോ. ഏത് രാജധാനി ഏത് സാധനം മുന്നിൽ കയറിയാലും ഈ സാധനം കയറി ഓവർടേക്ക് അടിക്കും. നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ടൊമാറ്റോ സൂപ്പൊക്കെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അവർ മറ്റേ കപ്പൊക്കെ കൊണ്ടുവരികയാണ്. വിമാനത്തിൽ എയർ ഹോസ്റ്റസ് കൊണ്ടുതരുന്ന പോലെ. അപ്പോൾ നമുക്ക് സൂപ്പിൻ്റെ പാക്കറ്റ് തന്നിരിക്കുന്നത് മറ്റേ ചിങ്സൺ എന്നൊരു കമ്പനിയുടെയാണ്. ഇവർ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 6 സാധനമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് അമൂലിൻ്റെ ഒരു ബട്ടറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രെഡ് സ്റ്റിക്ക് വേണം. ഇത്ര ഐറ്റംസ് ഉണ്ട് സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാക്കറ്റിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് അവർ വെള്ളം കൊണ്ടൊഴിക്കും. വെള്ളം കൊണ്ടൊഴിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് സൂപ്പ് ഇങ്ങനെ വരും കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ. നമ്മൾ തിരുപ്പൂർ എത്തുന്നതും 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഈറോഡൊക്കെ ഓൺ ടൈം എത്തുമായിരിക്കും. തിരുപ്പൂരിൽ നിന്നൊന്നും വലിയ ആളൊന്നുമില്ല കയറാൻ വേണ്ടി. കാരണം കോയമ്പത്തൂരൊക്കെ ആയപ്പോൾ ഫുള്ളായി വണ്ടി. സൂപ്പ് കൊള്ളായിരുന്നു. നല്ല കട്ടി സൂപ്പായിരുന്നു, നൈസായിരുന്നു. ഇനിയിപ്പം ഡിന്നർ മിക്കവാറും ഈറോഡിൽ നിന്ന് സേലത്തുനിന്ന് വരെ കയറ്റുമായിരിക്കും. ഈറോഡ് നമ്മൾ ഒരു 6:45 എത്തും. ഈ വണ്ടിയിൽ ശരിക്കും സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് രാത്രി കയറുന്ന രീതിയല്ലേ നല്ലത്. നാട്ടിൽ നിന്നാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഇതിനകത്ത് കൂടുതലും ബിസിനസ്സുകാരാണ്, കണ്ടാൽ അറിയാം. അവരാണ് കൂടുതലും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. അവിടെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ടൈമിങ് മാച്ച് ആവത്തില്ല. ഒരു ഫുൾ ഡേ പോയി കിട്ടും. അതാണൊരു പ്രശ്നം. നമ്മൾ ഈറോഡ് എത്തിയിട്ട് 2 മിനിറ്റ് ലേറ്റേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഈ കോയമ്പത്തൂരിൽ നിന്ന് സേലം വരെയുള്ള ഈ സെക്ഷൻ ശരിക്കും ഇപ്പം മാക്സിമം സ്പീഡ് 110 ആണ്. അപ്പോൾ അത് 130 ആക്കാൻ പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ 130 ആക്കുവാണെങ്കിൽ ഒത്തിരി ടൈം കുറയും. വന്ദേ ഭാരതിൻ്റെ ടൈമും കുറയും കേട്ടോ. 130 ഒക്കെ അടിപൊളിയായിരിക്കും. വേഗം എത്തും നമ്മൾ ബാംഗ്ലൂരൊക്കെ. ഇനി നമ്മുടെ ഈറോഡിൽ നിന്നാണ് ഇവർ ഭക്ഷണം കയറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈറോഡിൽ നിന്നാണ് ഫുഡ് ലോഡ് ചെയ്ത് നമുക്ക് രാത്രി ഡിന്നർ വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ഫുഡ് ലോഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഹീറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട്. അതിനകത്ത് കയറ്റി ഫുഡ് ചൂടാക്കിയിട്ടായിരിക്കും നമുക്ക് സെർവ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വന്ദേ ഭാരതിന് ക്രൂ ചേഞ്ച് ഉണ്ട് കേട്ടോ. എറണാകുളത്ത് നിന്ന് വന്ന ലോക്കോ പൈലറ്റ്സും ട്രെയിൻ മാനേജറൊക്കെ ഇവിടം വരെ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കയറുന്നവർ അങ്ങ് KSR ബംഗളൂർ വരെ ഓടിക്കും കേട്ടോ. ഗൈസ്, അപ്പുറത്തൊരു വന്ദേ ഭാരത് കയറുന്നുണ്ടോ? അത് ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർ വന്ന വന്ദേ ഭാരതാണ്. പഴയ ടൈപ്പ് വെള്ളം കേട്ടോ.
അങ്ങനെ 2 വന്ദേ ഭാരതും കൂടെ ഇവിടെ കണ്ടുമുട്ടും ഈ റോഡ് വെച്ചിട്ട്. അപ്പോൾ ഈ ഫുഡ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഇനി ഇവരിനകത്ത് കയറ്റി ചൂടാക്കിയിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പാസഞ്ചേഴ്സ് ഓർഡർ ചെയ്തതനുസരിച്ചുള്ള വെജ് നോൺ വെജ് എല്ലാം കറക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അതിലും കൂടുതലും ഉണ്ടാവും, കാരണം ആൾക്കാർക്ക് എക്സ്ട്രാ വേണമെങ്കിലേ. അപ്പോൾ അത് കറക്റ്റ് അളവായിരിക്കും ഈ ഒരു പെട്ടിക്കകത്തുണ്ടാകുന്നത്. ഇനി വെറും 2 സ്റ്റോപ്പുകളുള്ള ബാംഗ്ലൂർ എത്താൻ. ഇനിയിപ്പോൾ സേലം കഴിഞ്ഞാൽ കൃഷ്ണരാജപുരമാണ്. ഈ സേലം കൃഷ്ണരാജപുരം നോൺ സ്റ്റോപ്പ് ഓടുന്ന ആകെ 2 വണ്ടിയുള്ളൂ. അതിലൊരെണ്ണം ഇതും, പിന്നെ ഒന്ന് കൊച്ചുവേളി യശ്വന്ത്പൂർ AC എക്സ്പ്രസ്സുമാണ്. അപ്പോൾ ഇത് 2 മാത്രമേ ഉള്ളൂ ഈ ഒരു സെക്ടറിൽ നോൺ സ്റ്റോപ്പ് ഓടുന്നത്. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഈ വണ്ടിയാണ്. നമ്മളങ്ങനെ സേലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തുന്നത് ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. അത് ഇടയ്ക്ക് ഒന്നിനടുത്ത് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ള കാരണം വന്ദേ ഭാരത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. 7:41 സമയം. ഇനി അടുത്ത സ്റ്റോപ്പ് കൃഷ്ണരാജപുരത്താണ്. അപ്പോൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം ഇനി നോൺ സ്റ്റോപ്പാണ് നമ്മുടെ വന്ദേ ഭാരത്. ഇവർ ഫുഡ് സെർവ് ചെയ്യാൻ പോകട്ടെ. ഫുഡൊക്കെ അതാണ്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. തൈരും സംഭവങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സെറ്റ് ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും കേട്ടോ. അവർ 2-3 പേര് ഇന്നാണ് ചെയ്യുന്നത്. ഇപ്പം സമയം 7:45. നമ്മളിനി 10:00-ക്കാണ് KGM എത്തുന്നത്. KGM എന്ന് വെച്ചാൽ കൃഷ്ണരാജപുരം. 11 മണിക്ക് KSR ബംഗളൂരു, കാരണം അവിടെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 245 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ കൃഷ്ണരാജപുരത്തേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 10:30 ഒക്കെ ആവും എത്താൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് നമുക്ക് ഡിന്നർ കൊണ്ട് തരും. അപ്പോൾ നമുക്ക് ഞാൻ നോൺ വെജ് ആണ് പറഞ്ഞത്. അപ്പോൾ നോൺ വെജ് ആണ് ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു. നല്ല സർവീസാണ് കേട്ടോ. നോൺ വെജ് ഫുഡാണ്. ഞാനിതൊക്കെ തുറന്നു നോക്കട്ടെ എന്തോ സംഭവം കേട്ടോ. ഫുഡിൻ്റെ പാക്കറ്റിലൊരു ലേബലുണ്ട്. ട്രെയിൻ നമ്പർ, നമ്മുടെ വണ്ടിയുടെ നമ്പർ, പിന്നെ SPCRS വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ സർവീസ് പ്രൊവൈഡറിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു ലേബലുണ്ട് ഇതിൽ. ഡിന്നർ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ചിക്കൻ കറിയുണ്ട്, പിന്നെ ഇത് കടലക്കറിയാണ് കേട്ടോ, കടലക്കറി, പിന്നെ ചോറുണ്ട്, സോയാബീൻ ഉണ്ട്, പിന്നെ പൊറോട്ടയുണ്ട് കേട്ടോ. പൊറോട്ട, പിന്നെ തൈര്. ഇത്ര ഐറ്റംസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇതെന്തോ സ്വീറ്റ് ആണ് കേട്ടോ. ഇത് മില്ലറ്റ് ലഡു എന്നാണ് സാധനമാണ്. മില്ലറ്റിൻ്റെ ലഡു ആണ്. കൊള്ളാം കേട്ടോ, കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. മില്ലറ്റ് ലഡു കേട്ടോ. നൈസ് സംഭവമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫുഡ് നല്ലതായിരുന്നു. ചിക്കൻ കറി നല്ലതായിരുന്നു. കടലക്കറിക്ക് ചിലപ്പോൾ ഉപ്പ് കുറവായിരുന്നു, വേറെ സീനൊന്നുമില്ലായിരുന്നു. ആ മില്ലറ്റ് ലഡു അത് നൈസായിരുന്നു കാരണം കേട്ടോ. അവിടെ എൻ്റെ അടുത്ത് ആൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താൽ പുള്ളിയെ കൂടെ ആ വീഡിയോയിൽ വരും. മോശമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് പറഞ്ഞേ. നമുക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മൗത്ത് ഫ്രഷ്നറായിട്ട് പാസ് വന്നു കേട്ടോ. പാസ് നോക്കി ഫ്രൂട്ടി ബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് മൗത്ത് ഫ്രഷ്നറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് തട്ടിട്ട് നമ്മുടെ വന്ദേ ഭാരത് അങ്ങനെ ഫൈനലി 130 kmph സെക്ഷനിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 92 കിലോമീറ്റർ ഉണ്ട് KGM എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി ഇപ്പം 130-ൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലെ കുപ്പം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി ശരിക്കും കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെ 4 സംസ്ഥാനം ആണ് കവർ ചെയ്യുന്നത്. ആന്ധ്ര നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങത്തേ ഉള്ളൂ. കുപ്പം നമ്മൾ കയറി. കുപ്പം AP-യിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ കർണാടകത്തിൽ കയറും. ബാംഗ്ലൂർക്ക് വന്ദേ ഭാരത് വന്നേ പിന്നെ ചെന്നൈക്കും വന്ദേ ഭാരത് വേണമെന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ഞാനൊന്ന് ഇനാക്കുലണ്ടിൻ്റെ അന്ന് കുറേ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ നോർത്ത് ഈസ്റ്റിലായിരുന്നു. ശരിക്കും വമ്പം മിസ്സായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ടൈമിംഗ് മാറ്റണം. പിന്നെ എറണാകുളത്തു നിന്നും വേറെ സർവീസ് ഇതേപോലെ പാരലായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. എനിക്ക് നടക്കില്ലെന്ന് അറിയത്തില്ല. ഇതെന്നെ തുടങ്ങിയത് എന്തോ ഭാഗ്യമാണ്. കാരണം ബാംഗ്ലൂർ കേരള സ്ട്രെച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സ്ട്രെച്ചാണ്. ചിലർ പറയുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് ഒരെണ്ണം വേണമെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. ഇത് തുടങ്ങുമില്ലെന്ന് അറിയത്തില്ല. ലെറ്റ്സ് വെയിറ്റ്, നോക്കാം. എന്തായാലും ഇത് വൈകാതെ അപ്ഗ്രേഡ് ആവും. എന്തായാലും ഇതിപ്പം 8 കാർ തന്നെ ഫുള്ളാണ്. മിക്കവാറും 16 കോച്ച് ആക്കുമായിരിക്കും. എന്തായാലും 2-3 മാസം എടുക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂറിൽ കൂടുതൽ ഈ ഒറ്റ ഇരുത്തം ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ഓവർ വെയിറ്റ് കിടന്നു പോകുന്ന വണ്ടിയാണ് എനിക്കിഷ്ടം. ഓരോരുത്തരും ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യത്തിന് പോകണമെങ്കിൽ ഇങ്ങനത്തെ വണ്ടികൾ തന്നെ വേണം. എനിക്ക് പേഴ്സണലി ഇത്രയും ദൂരം ഇരുന്ന് പോകുന്ന എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ പുതിയൊരു വണ്ടി ആയതുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ വണ്ടിയിൽ മെയിനായിട്ട് യാത്ര ചെയ്തത്. എനിക്ക് ഇപ്പം തന്നെ ബോറടിച്ച് തുടങ്ങി. കോച്ചിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചെയിനുണ്ട്. ചെയിൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെയിനല്ല, ഒരു ബട്ടൺ പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് ലോക്കോ പൈലറ്റിനോട് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് മിണ്ടാൻ പറ്റും. അപ്പോൾ ലോക്കോ പൈലറ്റ് ഇങ്ങോട്ട് മിണ്ടും. അതിൻ്റെ സ്പീക്കറാണ് ഈ കാണുന്നത്. പുള്ളിയുടെ കാര്യം പറഞ്ഞ് വണ്ടി നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു സംഭവം മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതേപോലെ എവിടെയാണോ ഏതോ ഒരു റീല് കണ്ടാണ് എങ്ങാണ്ട് ഇതേപോലെ നെക്കിയിട്ട് ലോക്കോ പൈലറ്റ് ചോദിക്കുക ഇന്ന സ്റ്റേഷനിൽ നിർത്തുമോ, എത്ര നേരം എടുക്കും, ഏത് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ട്രെയിൻ എത്തുന്നതിനൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നു. അതൊക്കെ മിസ്യൂസ് ആണ്.
അത് എമർജൻസിക്ക് വെച്ചിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് നമ്മൾ ലോക്കോ പൈലറ്റിനോട് ഏത് പ്ലാറ്റ്ഫോമിൽ കയറ്റുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ദയവേത് ആ പരിപാടിക്ക് നിൽക്കരുത്. നമ്മളിപ്പോൾ ബംഗാരപ്പേട്ട് ജംഗ്ഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ബംഗാരപ്പേട്ട് സ്കിപ്പ് ചെയ്ത് ഈ സേലം KJ റൂട്ടിൽ നോൺ സ്റ്റോപ്പ് ഓടുന്ന ആകെ 2 വണ്ടിയുള്ളൂ. അതിൽ ഒരെണ്ണമാണിത് കണ്ടോ. അപ്പോൾ ബംഗാരപ്പേട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇനിയിപ്പം KJ എത്തും ഒരു 1/4 മണിക്കൂറിൽ. ഉള്ള കാര്യം പറഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിന് പോകുന്ന പൈസയാണ് ഇതിന്. 3000 ചില്ലുവാൻ രൂപയാണ് വിത്ത് ബുക്കിംഗ് ചാർജ് എല്ലാം കൂടെ വരുന്നത്. ആ പൈസ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും ചില സമയത്തൊക്കെ. അല്ലെങ്കിൽ 5000 രൂപ റേഞ്ചൊക്കെ ആയിരിക്കും. അല്ലാത്തപ്പോഴൊക്കെ 3000 ആ റേഞ്ചിലൊക്കെ ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടും. നമ്മൾ KR പുരം എത്താറായപ്പോഴേക്കും വണ്ടിക്കകത്ത് എല്ലാവരും നീണ്ട് ഇറങ്ങി കേട്ടോ. വണ്ടി ഏതാണ്ട് എത്താൻ പോവാണ്. ഇപ്പോൾ എത്തിയ സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി. ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ KSR ബംഗളൂരു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ വണ്ടി വന്ന് നിർത്തിയിട്ട് ഒരു പെട്ടെന്ന് തന്നെ എടുത്തു. ആൾക്കാർ ഇറങ്ങുന്നുള്ളൂ. കാരണം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടെ KR പുരത്ത് ഇറങ്ങുന്നത്. അതുമല്ല ഒരുപാട് ലഗേജ് ഉണ്ട് ഓരോരുത്തരയിലും. അപ്പോൾ ഈ ഇറങ്ങുന്നതിന് മുമ്പ് ഡോറങ്ങ് അടയ്ക്കുക, ധൃതിയാണ് പോകാൻ വേണ്ടി. എന്തായാലും 11 മണിക്ക് അവിടെ കയറ്റിയാൽ പോരെ. ആൾക്കാർ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ആ മറ്റേ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ആ പയ്യന്മാർ ഡോറിങ്ങനെ പിടിച്ചു നിർത്തി അടയ്ക്കാതിരിക്കാൻ വേണ്ടി. അവർക്ക് കാണാമല്ലോ, അറിയാമല്ലോ ആൾക്കാർ ഇറങ്ങുന്ന. CCTV കൂടെ കാണത്തില്ലേ എന്തോ ആൾക്കാരൊക്കെയാണെന്നോ. ആൾക്കാർക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഡോറടയ്ക്കാൻ ധൃതിയ. അപ്പോൾ വണ്ടി കാലിയായി. ബാംഗ്ലൂർ ഇറങ്ങുന്നത്, ശരിക്കും ബാംഗ്ലൂർ ഇറങ്ങുന്ന ആൾക്കാർ വളരെ കുറവാണ്. KJ കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് യൂസ്ഡ് റേക്കാണ്. ഞാൻ പറയില്ല, മറ്റേ ഗുൽബർഗ വന്ദേ ഭാരതിന് പോയ റേക്ക് എന്തുമാണ്. നൈസാണ്. ഫുഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്ര കേമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ നോർമലാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നാളത്തെ ഫുഡ് നാളെ നമ്മൾ തിരിച്ച് പോകുന്നത് സെയിം വണ്ടിക്ക് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നോർമൽ ചെയർക്കാറിനാണ് പോകുന്നത്. നോർമൽ ചെയർക്കാർ വെജ് ഫുഡ് എടുത്തത്. അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിട്ടും. കാരണം ഇത് ഉച്ചയ്ക്ക് 1:45 എറണാകുളത്തിനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കിട്ടും. ഇവിടെ നിന്ന് രാവിലെ 5:10 ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നേരെ റൂം എടുത്തിട്ടുണ്ട്. റൂമിൽ പോയി നേരെ കിടന്ന് ഉറങ്ങണം, വെളുപ്പിന് ഇടിയിക്കണം, വീണ്ടും വരണം. എന്തായാലും രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം വണ്ടി തന്നെ എടുത്തത്. ഇത് ഓൺ ടൈമിന് കയറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ തന്നെ 10:55 പറയും. എപ്പോഴും ഔട്ടറിൻ്റെ അവിടെ ആ ഭാഗത്ത് കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഫൈനലി KSR ബംഗളൂരുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടെ ഈ കയറ്റുന്നേ 1, 2, 3, 4, 5 തോന്നുന്നു കയറ്റുന്നത് കേട്ടോ. ഇങ്ങനെ 8 1 മിനിറ്റ് നേരത്തെ 10:59 നമ്മുടെ വന്ദേ ഭാരതിന് ഇവിടെ കയറ്റി കേട്ടോ. അങ്ങനെ ഷാർപ്പ് ടൈമിന് തന്നെ നമ്മുടെ വന്ദേ ഭാരത് അങ്ങനെ ഇവിടെ വന്ന് കയറ്റിയിരിക്കുകയാണ്. ബാംഗ്ലൂരൊക്കെ നല്ല കിടിലം തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പാണ്. കുറച്ച് പേരെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. KR പുരയൊക്കെ ആയപ്പോൾ വണ്ടി ശരിക്കും കാലിയായി. വളരെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ക്രൂയിൽ ഒരു ചേച്ചിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു. അസിസ്റ്റൻ്റ് ലോക്കോപ്പൈലറ്റ് ആണോ ഡൗട്ടുണ്ട്. ഒരു ചേച്ചിയാണ്, ഒരു അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു ചേച്ചിയാണ്. ഒരു ചേട്ടനും കൂടാണ് ഈറോഡെന്ന് KSR ബംഗളൂരു വരെ നമ്മളിവിടെ എത്തിച്ചു കേട്ടോ. താങ്ക് യു. അപ്പം നമ്മൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് ഈ സെയിം വണ്ടിയിലെ യാത്രയുടെ എറണാകുളം വരെ ഇതിൻ്റെ നോർമൽ ചെയർക്കാർ. അപ്പോൾ ഈ വന്ദേ ഭാരതിന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇതിലൊക്കെ സേഫ്റ്റി ചെക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് ഇവിടെ കൊണ്ടിടും. ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി. അതേ നേരമൊന്നും ഇല്ല. അപ്പോൾ റൂമിൽ പോയിട്ട് ഇനി വീഡിയോ എൻഡ് ചെയ്യാം. കുറച്ച് നേരം ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മജസ്റ്റിക്കിന് അടുത്ത് തന്നെ റൂം എടുത്തായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു, എക്സിക്യൂട്ടീവ് ക്ലാസ്സിൻ്റെ. അപ്പോൾ ഇനി സെക്കൻഡ് വീഡിയോ നമ്മൾ നോർമൽ ചെയർക്കാരൻ എറണാകുളം പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. തിരിച്ചുള്ള നമ്മൾ എറണാകുളത്തേക്കുള്ള യാത്ര. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ഇനി നിങ്ങൾ ബാംഗ്ലൂർ പോകാൻ ഒന്ന് വന്ദേ ഭാരത് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.